मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അല്ല, ഈ റോഡ് എന്താ നിങ്ങൾക്ക് പ്ലേ ഗ്രൗണ്ട് ആണോ? സോറി. ഐ ഹേറ്റ് സോറി പുഷ്പ. കേട്ടില്ലേ, അയാളെന്നെ പുഷ്പ എന്ന് പറഞ്ഞു. ഞാൻ ഹീറോയെ പോലെ ഉണ്ടല്ലേ? അങ്ങനെയല്ലേ അങ്കിൾ? അല്ല, നീയല്ല, എന്റെ ഭാര്യയുടെ പേര് പുഷ്പ എന്നാ. ശരി, അതൊക്കെ ഇരിക്കട്ടെ. ഇവിടെ ബണ്ണി ആരാ? ഈ ബണ്ണിനെ അറിയാത്ത ആരെങ്കിലും ഈ നാട്ടിലുണ്ടാവോ? ഞാനുണ്ട്. എനിക്കറിയില്ല ആരാ ബണ്ണി. അയാൾക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അത് ഞാനാണ് ബണ്ണി, അതെനിക്ക് തരൂ. ഹണി, മാമന്റെ അടുത്ത് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുക. ഞാൻ പോവില്ല. ഗ്രാമത്തില് കൊതുക് ശല്യം കൂടുതലാണ്. വിളിച്ചത് ഹരിപ്പൂർ മാമനല്ല, അമേരിക്കയിലുള്ള മാമനെ വിളിച്ചത്. ആ, നമ്മൾ അമേരിക്കയിലോട്ട് പോകണം. എല്ലാവർക്കും കൂട്ടുകാരൻ. എന്താ സുഹൃത്തുക്കളെ, എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഞങ്ങൾ അമേരിക്കയിലേക്ക് പോവാണ്. എനി ഡൗട്ട്? ഹലോ, ഞങ്ങളെന്നാൽ ഞങ്ങൾ മാത്രം. ഞാനും പിന്നെ ബണ്ണിയും. ഇനി സൗഹൃദം ഒന്നും ഇല്ല. സൗഹൃദം പൊട്ടിപ്പോയി. നമ്മളെപ്പോഴും സുഹൃത്തുക്കളിലാണ് പോപ്പട്ട്. അതേസമയം എന്റെ പോക്കറ്റ് ഇപ്പൊ കാലിയാണെന്നുള്ളത് സത്യമാണ്. ഞാൻ എങ്ങനെയാ നിനക്ക് ടിക്കറ്റ് ഇടുന്നത്? പണത്തിനെ കുറിച്ച് പേടിക്കണ്ട, കുറെ കാശുണ്ട് ജോർദാറിന്റെ അടുത്ത്. അതെന്റെ സേവിങ്സാ. സേവിംഗ് ഉള്ളത് ശരിക്കുള്ള സമയത്ത് ചെലവാക്കാനല്ലേ? ആ ശരിക്കുള്ള സമയം വന്നിരിക്കുന്നു. എനി ഡൗട്ട്? അടിപൊളി. അപ്പോൾ ടിക്കറ്റിന്റെ പ്രശ്നം സോൾവ് ആയി. അപ്പൊ നമുക്ക് എല്ലാവർക്കും അമേരിക്കയിലോട്ട് പോവാം. കഷ്ടകാലത്തില് ഫ്രണ്ടിന്റെ ബാങ്ക് ബാലൻസ് ആണ് സഹായിക്കുന്നത്. എനി ഡൗട്ട്? പക്ഷെ നിങ്ങൾ ഇവിടുന്ന് എങ്ങനെ പോവും? നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലല്ലോ. ഞങ്ങൾ മലയാളം തന്നെ സംസാരിക്കും. അത് ആർക്ക് മനസ്സിലാവും? അമേരിക്കയിലെ ജോലിക്കാര് വരെ ഇംഗ്ലീഷിലാ സംസാരിക്കുന്നത്. അതെ, ഫോർ ദാറ്റ് യു ഹാവ് ടു ഗോ ആൻഡ് ലേൺ ഇംഗ്ലീഷ്. നിനക്ക് എങ്ങനെയാ ഇംഗ്ലീഷ് അറിയാവുന്നത്? അത് ഡോക്ടർ ബാലുവാ പഠിപ്പിച്ചു തന്നത്. നീ ഒരു മൊയലല്ല, നീ ഒരു മൃഗവും അല്ല, അത് മാത്രല്ല നീ നന്ദുവും അല്ല. എന്നാ ഞാൻ പിന്നെ ആരാ? നീ ഞങ്ങളുടെ ബന്ധുവാണ്. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞു താ നന്ദു. നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അളവിന് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. നമുക്ക് നേരെ ഡോക്ടർ ബാലുവിന്റെ അടുത്ത് പോയിട്ട് പഠിക്കാം. വാ പണി, അടിപൊളി ഐഡിയ ആണല്ലോ. ചേട്ടൻ പ്രോട്ടീൻ ഷേക്ക് ഒരുപാട് കുടിച്ചു സാർ. അതാ രണ്ട് ഭാഗത്തുനിന്നും പുറത്തു വരുന്നത്. അദ്ദേഹത്തിനെല്ലാം തലകുത്തനെയാ നടക്കുന്നത്. ഡോക്ടർ ബാലു, നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. എന്ത്? ഇപ്പൊ അദ്ദേഹം എന്റെ വയറുവേദനയ്ക്ക് ചികിത്സിച്ചോണ്ടിരിക്കുക. എടാ, നീ പോയിട്ട് ഈനോ കുടിക്ക്, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം. ഇവിടെ വരൂ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കണ്ണുമിഴിച്ച് ഇംഗ്ലീഷിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നേ? ഞങ്ങൾ അമേരിക്കയിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാവോ? വളരെ ഈസിയാണ്. വേർഡ്സ് എന്ന ഫ്രൂട്ട്സിൽ അർത്ഥം എന്ന ജ്യൂസ് എടുക്കൂ. അത് തലച്ചോറ് എന്ന ഗ്ലാസ്സിൽ നിറച്ച് ദിവസം കാലത്തെ കുടിച്ചിട്ട് വരൂ. തീർച്ചയായും ഇംഗ്ലീഷ് പഠിക്കാം. ഞാനിപ്പോ എന്റെ പേഷ്യൻസിനെ കാണാൻ പോവാണ്. വന്നിട്ട് പറഞ്ഞു തരാം. എടാ, ഇയാൾക്ക് മലയാളം പോലും ശരിക്കും വരില്ലല്ലോ, പിന്നെ എങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞു തരുന്നേ? അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ലെന്നാണോ? വാട്ട് ഗുഡ് ഇൻസൾട്ട് ഇംഗ്ലീഷ് ടോക്കിംഗ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചോ ബ്രദേഴ്സ്? യെസ്, ബോയ് നൗബിറ്റ് അനൗൺസ്മെന്റ് ഇൻ ടൗൺ. നാട്ടിൽ ഒരാള് ഒരു വിവരം അറിയിച്ചിട്ടുണ്ട്. ചേടാ, നിങ്ങൾക്ക് റെഡ് ബ്ലഷിംഗ് ഇല്ലേ? അദ്ദേഹം പഠിപ്പിച്ചു തരും. ലൈഫ് റെഡ് ബ്ലഷിംഗ്. ജീവൻലാൽ ശർമ്മയുടെ ക്ലാസ് ഇല്ലേ ഫ്രണ്ട്സ്? നിങ്ങളെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് നാട്ടില് വന്നത്. അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ആഹാ, എന്നാ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണണം. കൈൻഡ്നസ് ആൻഡ് ടെൽ സ്നേഹത്തോടെ പറയുന്നത്. ഇന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറയാം. നാളെ രാവിലെ തൊട്ട് ക്ലാസ്സിന് വന്നോളൂ. ആരോ ബ്യൂഗിൾ വായിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ ഫീലിംഗ് ബെറ്റർ നൗ. ഓൾ ദ ബെസ്റ്റ്. നാളെ നന്നായിട്ട് ഇംഗ്ലീഷ് പഠിച്ചോളൂ.
അവിടെ കണ്ടില്ലേ കോച്ചിങ് സെന്റർ. ഞങ്ങൾ എത്തി സാർ. Okay, English. Only English. Come here. Stand up on the chair. No little English coming. I said stand up. എടാ stand up എന്ന് പറഞ്ഞാ ഇരിക്കേ. ഇവനൊരു കഴുത. No talk. No respect for teacher. Calling കഴുത. No manners. Only banners. എന്ത്? Shut up. Next time talking together, I gave my fingerprint on your cheek. സോറി സാർ, ഇനി ഞങ്ങൾ സംസാരിക്കില്ല. Only English, you fool. Not only fool, you are beautiful. Nonsense in cross-talk English. Only English. ഇംഗ്ലീഷ് ഞങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് വന്നത്. I thought only English. English is English. No local language. Only I teach American English. താങ്ക് യു സാർ. Thank you, sir. But why learn English? Why? ഗോയിങ് അമേരിക്ക. ഇംഗ്ലീഷ്. ആവശ്യത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയേണ്ടത്? Again local language? You want my fingerprint on your face? No, sir. മാമൻ ലെറ്റർ കം. അമേരിക്ക. What Mutashan? What Maman? Maman, Chittappan, Valiachan, everybody uncle. സോറി സാർ. Okay. On okay, please. Thank you. Now me teach English. I give English, you take English. സമോസ കടല സമോസ കടല. Today's class over. Go home, work. Homework. ഓക്കേ സാർ. Tomorrow come to class or you will not pass. താങ്ക് യു സാർ. ബൈ സാർ. എങ്ങനെ രക്ഷപ്പെട്ടു? വാ വീട്ടിലേക്ക് പോവാം. ജോർദാർ വിശക്കുന്നു. ഓൺലി ഇംഗ്ലീഷ്. ഓ ഹണി, വീട്ടിലേക്ക് നമുക്ക് മലയാളം സംസാരിക്കാം. ഇന്ന് ഒരുപാട് ഇംഗ്ലീഷ് സംസാരിച്ചു. അതെയോ? എന്നെ അടുത്തേക്ക് വിളിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാ വിളിക്കുക? Come here. പിന്നെ ആ സോഫയുടെ മേലെ ഇരിക്കാനാണെങ്കിലോ അതിനെന്താ പറയുക? ഞാൻ ആദ്യം സോഫേന്റെ അടുത്ത് നിന്നിട്ട് പറയും Come here. അല്ല, നിങ്ങൾ എത്തിയോ പിള്ളേരെ? മാഡം ടീ ഡ്രിങ്ക്സ്. Yeah, come. Tea. Come here. Biscuit. ഓഹോ, നിങ്ങൾ എന്താ ഇംഗ്ലീഷ് സംസാരിക്കുന്നേ? സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ടീച്ചർ. ഓഹോ, ഇതേപോലെ ആരാ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നേ? നിങ്ങൾ മലയാളം പറഞ്ഞാ മതി. ഒരു കഴുതയായിരുന്നു ടീച്ചർ മാഡം. പോപ്പർ, ടീച്ചറെ കഴുതാന്ന് വിളിക്കാൻ പാടുണ്ടോ? മാഡം അയാള് കഴുത തന്നെ, പക്ഷേ ടീച്ചർ. ഓ പോപ്പർ, അവരൊരു കഴുതിയാണെന്ന് മനസ്സിലായാൽ പിന്നെ എന്തിനാ അവരുടെ അടുത്ത് പഠിക്കാൻ പോകുന്നത്? മാഡം, നിങ്ങൾക്ക് മനസ്സിലായില്ല. അദ്ദേഹം കഴുതയാണ്. ദാ ഇങ്ങനെ ചെയ്യുന്ന കഴുത. ഓ അല്ല, നിങ്ങൾ എന്തിനാ ഇംഗ്ലീഷ് പഠിക്കുന്നത്? അമേരിക്കക്ക് പോവാൻ വേണ്ടി. എന്തിന്? മാമൻ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓ, എന്നാൽ നിങ്ങളുടെ അമ്മാവൻ അമീർപൂരിലല്ലേ ഉള്ളത്? ഇപ്പോഴവർ അമേരിക്കയിലേക്ക് ഷിഫ്റ്റ് ആയോ? അതെ, എന്റെ മാമൻ. ഞങ്ങളിപ്പോ മാമനെ കാണാൻ അമേരിക്കക്ക് പോകണം. അതിന് ഇംഗ്ലീഷ് പഠിക്കണമല്ലോ. ഓഹോ, അപ്പൊ നിങ്ങളുടെ അമ്മാവൻ അമേരിക്കയിലാണോ? ഇല്ല, ഞങ്ങൾ എല്ലാവരും ഹണിബണിയുടെ അമ്മാവിനെ കാണാൻ പോവാ. ഓഹോ, നിങ്ങൾക്കെന്നോട് പറയായിരുന്നില്ലേ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ട്യൂട്ടറെ ഏർപ്പാടാക്കുമായിരുന്നു. എക്സ്ക്യൂസ് മീ, ഞാൻ എത്തി പുഷ്പ, ഞാൻ എത്തി. അയ്യോ അല്ലല്ല, നിങ്ങൾക്ക് തെറ്റുപറ്റിയതാ. പുഷ്പ മേഡത്തിന്റെ ബംഗ്ലാവ് നമ്പർ D72. ബണ്ണിക്ക് ലെറ്റർ വന്നിട്ടുണ്ട്.
ആരുടെ കത്താ? മാമന്റെ അടുത്തുനിന്ന്. അദ്ദേഹം അടുത്ത ആഴ്ച ഇന്ത്യയിലേക്ക് വരുന്നു. എന്തോ കേസിന്റെ കാര്യമായിട്ടാണ് വരുന്നതെന്ന് നമ്മൾ ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. എങ്കിലും നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്നത് ക്യാൻസൽ. എന്ന് വെച്ചാ വെയിലിന് മുമ്പ് ഇലകൾ തൊഴിഞ്ഞു എന്നാണോ പറയുന്നേ? എനി ഡൗട്ട്? ഒരു പ്രശ്നവും ഇല്ലെന്നേ. എന്തായാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായില്ലേ? നാളെ മുതൽ ട്യൂട്ടർ വന്ന് 4 മണി വരെ നിങ്ങളെ പഠിപ്പിക്കും. അയ്യോ, അമേരിക്കക്കും പോവാൻ പോകുന്നില്ല. കൂടെ തന്നെ 4 മണിക്കൂർ പഠിത്തമായി. ഇതാണ് പറയുന്നത് മഞ്ഞുകാലത്തിന് മുമ്പേ കുളിരൂന്ന്. എനി ഡൗട്ട്? Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.